അസൂയാണോ കുശുമ്പാണെന്ന് അറിയത്തില്ല. കോളേജിൽ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. അസൂയ കുശുമ്പ് എന്തിനാണ് കുട്ടികളെ നിങ്ങളടുത്ത് ഈ നാട്ടുകാർക്ക് അസൂയയും കുശുമ്പും? അറിയത്തില്ല, കാരണം എന്താണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിയാം. നാളെ ഇനി എന്നെ കാലത്ത് പോകും എന്നാണോ എന്താണ് പറയുന്നത്. എന്തായാലും ദൈവം സഹായിച്ചു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ജീവിതം അങ്ങനെ കുളന്തോണ്ടിപ്പെടുന്നു എന്താ പറയാ. അപ്പൊ അങ്ങനെയൊക്കെ അത് ഇപ്പൊ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഇപ്പം ചിലപ്പോൾ കുറച്ച് പ്രായം കുറവായിരിക്കും. അപ്പൊ അന്നും പറഞ്ഞ് നമ്മുടെ റിലേഷൻ പെട്ടെന്ന് ബ്രേക്ക് ആയി പോകുന്ന ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത കാര്യം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കും. നമ്മൾ ഇടുന്ന വീഡിയോ കാണും, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്ക് അവരെ കാണുന്നുണ്ട്, നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അത്രേ ഉള്ളൂ. നെഗറ്റീവ് പറയുന്നവര് വെറുതെ കിടന്ന് പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, പലരും പറയുന്നത് വെച്ചാൽ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പം നമ്മുടെ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഈ ഓരോ വിഷയങ്ങൾ, ഓരോ വീഡിയോ, ഒരു റിയാക്ഷൻ വീഡിയോസ് എന്നുള്ളതിന് ഉപരി ഞാൻ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാവരും അറിയുകയും പറയുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ യൂട്യൂബിൻ്റെ അകത്ത് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്ന മിക്ക ചാനലുകളും, എല്ലാ ചാനലുകളും ചെയ്യുന്നത്. അതും ഓരോന്നും സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ആനുകാലിക പ്രസക്തി ഉള്ളതുണ്ടാവാം, അല്ലാത്തതുണ്ടാവാം. ചില സാമൂഹിക വിഷയങ്ങൾക്ക് അപ്പുറം ചില മനുഷ്യ ജീവിതങ്ങൾക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊരു മുഖവുരയായിട്ട് പറയാൻ കാര്യം, ഇതെല്ലാം നമ്മളെല്ലാവരും അറിയുന്നതും കേൾക്കുന്നതും തന്നെയാണ്. ഇപ്പോൾ ഈ പൂജ അമൽ എന്ന് പറയുന്നൊരു പയ്യനും പെൺകുട്ടിയും, പൂജ എന്ന് പറയുന്ന പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ മറ്റു ഈ ചോട്ടു എന്ന് പറയുന്ന പയ്യനോട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. സോ ഇവിടെ നമ്മളൊരു കാര്യം, ഇതിനകത്ത് ഈ ഒരു പ്രവൃത്തി, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ പറയുക, പഠിക്കൂ കുട്ടി, ഇനിയും പഠിക്കൂ എന്ന് പറയും. ഇപ്പോൾ അവരൊരു തീരുമാനത്തിൽ അവരൊരു ജീവിതത്തിലേക്ക് എത്തി. അപ്പോൾ എന്തായിരുന്നാലും ഇവരെ, അതായത് ഈ പർട്ടിക്കുലർ പേഴ്സൺസ് രണ്ടുപേർ ജീവിതം തുടങ്ങി വെച്ചവരെ നമ്മൾ ഒരിക്കലും കല്ലെറിയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാനില്ല. കാരണം അവർ ജീവിച്ച് കാണിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറിച്ച് ഞാൻ മുൻപ് ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നമുക്ക് സമൂഹത്തിൽ പുതിയ പിള്ളേർ ഇത് കാണുവാണെങ്കിൽ, പുതിയ കാലഘട്ടത്തിലെ പിള്ളേരാണെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾക്കൊരു മാതൃകയല്ല. ഈ ഒരു ഇത് മാതൃകയായിട്ട് നിങ്ങൾ എടുക്കരുത് എന്നുള്ളത് മാത്രമാണ് എന്ന് കരുതി ഞാനിപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് രണ്ട് വെള്ളത്തിൽ ചവിട്ടുന്ന നിലപാടാണോ ഇല്ലയോ നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം ഈ ഒരു വിഷയം പ്രായപൂർത്തിയായി പഠിക്കുന്നൊരു കുട്ടി മറ്റൊരു വ്യക്തിയെ പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇറങ്ങി പോകുന്നൊരു കാര്യം, ഒരു പ്രവണത, ആ ഒരു കാര്യത്തിന് നമ്മുടെ സമൂഹത്തിൽ അത് നല്ലതാണോ എന്നുള്ള കാര്യം, അതോ പഠിച്ച് സ്വന്തം കാലിലൊക്കെ നിന്ന് അത്യാവശ്യം ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സെറ്റപ്പ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടൊരു മാരേജിലേക്ക് പോവുക. അല്ലാതെ ഒരു മാരേജ് എന്നൊക്കെ പറയുന്ന സാധനം മാരേജ് ആണ് ഇല്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും പുതിയ തലമുറ മാറി ചിന്തിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യത്തിൽ. സോ ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് റിയാക്ടിങ് ടു ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ ഇന്നിട്ടിരുന്നു. അപ്പം എനിക്ക് നമ്മുടെ വീഡിയോസ് നിരന്തരമായിട്ട് കാണുന്ന ഒരാൾ എനിക്ക് അയച്ചു തന്നു, ഇതൊന്ന് കാണണം, കണ്ടിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയണം. എനിക്കിത് കണ്ടിട്ടകത്ത് പറയാമെന്ന് വെച്ചാൽ അത് പറയാം, നേരിട്ട് തന്നെ ഇതിനകത്ത് പറയാം. അപ്പോൾ അവരുടെ ലൈഫിൻ്റെ അകത്ത് കയറി അവരെ അങ്ങ് അടിച്ചമർത്തി അങ്ങ് കൊല വിളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല ഇത്. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യം, കൊച്ചു പിള്ളേരാണ്, അവരുടെ പ്രായത്തിൽ അവരെടുത്ത തീരുമാനമാണ്. ഇനി അവർ മുന്നോട്ട് പോകട്ടെ. കാരണം അവർ പിരിഞ്ഞു പോയി, ഇനി ആ പെൺകുട്ടിയുടെ വീട്ടിലും അങ്ങനെ പോയി നിൽക്കാൻ ഇനി പറ്റത്തില്ലല്ലോ, അവരൊരുമിച്ച് ജീവിച്ചു കഴിഞ്ഞു. ഇനി അത് മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം. നമുക്ക് കേൾക്കാം എന്താണ് പറയുന്നത്. എന്റെ അനിയത്തിക്കും എക്സാം ആണ്, നിന്റെ സെയിം ഏജ് ആണ്, ഇത്രയും ഡെറിവേഷൻസും ന്യൂമറിക്സ് തിയറി പഠിക്കാൻ ഉണ്ടായിട്ടും ഉത്സവം എക്സ്പ്ലോർ ചെയ്ത് ബ്ലോഗ് ഒക്കെ എടുത്ത് നടക്കുവാണോ? ഇപ്പൊ മനസ്സിലാവില്ല മോളെ. പിന്നെ നമ്മൾ ഇത് പറയുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മളെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഹെൽത്ത് ആവരുത്. നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അതെ, ഓക്കെ. ഇപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നു, ഇവരുടെ മിഷൻ സക്സസ് ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതായത് സാധാരണഗതിയിൽ ഒരു പയ്യനും പെൺകുട്ടിയും ഒളിച്ചോടി ചില ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ ഇവരെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. കാരണം ഇവരുടെ വീഡിയോയുടെ റീച്ച് വളരെ താഴെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം റീച്ചിലേക്കൊക്കെ എത്താൻ സാധിക്കേണ്ടതായിരുന്നു, ബട്ട് ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും, എത്തിയിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടാവാം ഇനി അടുത്തവരൊരു വീഡിയോ റിയാക്ടിങ് ടു ഹേറ്റേഴ്സ് എന്ന്. കാരണം ഇതിനെക്കാട്ടിലും ഹേറ്റേഴ്സ് ഇവർക്കുണ്ടായിരുന്ന സമയം ഇവരുടെ തുടക്കത്തിൽ ഇറങ്ങിപ്പോയ സമയത്തായിരുന്നു. അന്ന് ഇവരുടെ വീഡിയോസ് കാണാൻ, അവരുടെ ഇൻ്റർവ്യൂ, മറ്റുള്ള കാര്യങ്ങൾ കാണാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ആ ആൾക്കൂട്ടം പിരിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അതിൽ ചെയ്യപ്പെട്ട ചില ആൾക്കാരെങ്കിലും കുട്ടി നീ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് അനുഭവിക്കായിരിക്കും. ഞാൻ ഒരിക്കലും ശപിക്കുന്നതിനോട് യോജിക്കുന്നില്ല. അതായത് ഇവൾ നശിച്ചു പോകണം എന്നാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഒരു അനിയത്തി കുട്ടി, എൻ്റെ അനിയത്തിയുടെ പ്രായത്തിൻ്റെയും എത്രയോ വയസ്സിന് ചെറുതാണ് ഈ കൊച്ചുകുഞ്ഞ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇവിടെ കാണുമ്പോൾ എൻ്റെ അമ്മാവൻ്റെ മകളുണ്ട് ഭദ്ര എന്ന് പറയുന്നത് കൊച്ചുകുട്ടി, അവൾ പഠിക്കുന്നു, അവൾ +1 +2 പഠിക്കുന്നു. അവളുടെയൊക്കെ ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൊച്ചുകുട്ടിയാണ്. അപ്പം എന്തായാലും മാരേജ് കഴിഞ്ഞു, പഠിക്കുന്നു. ഇപ്പോഴും ആ കുട്ടി പരീക്ഷയുടെ കാര്യം ആരും ചോദിക്കുന്നു, ഇപ്പോഴും മോൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ടർത്ഥത്തിൽ വേണം ഇത് കാണാം. അതായത് നിങ്ങൾ നാളെ, അഥവാ ഈ പൂജയും അമൽ എന്നല്ലേ അല്ലേ, എന്താണ് വിശ്വസിച്ചത്? ഓക്കെ, പൂജയും അമലൊക്കെ നാളെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ ജന്മം നൽകും. ഒരു പെൺകുട്ടിയായിരിക്കാം. കുട്ടി സ്കൂളിലൊക്കെ പോകുന്നു, അത് പിച്ച വെച്ച് കളിച്ചിട്ട് എൻ്റെ ബാല്യ കൗമാരങ്ങൾ കടന്ന് ആ കൗമാരത്തിലേക്ക് കടക്കുമ്പം ഋതുമതിയാവുന്നു, കുട്ടി പ്രായമാവുന്നു.
അപ്പോഴും ഭയങ്കര പ്രതീക്ഷകളാണ് കുട്ടിക്ക് വേണ്ടിയിട്ട്. അന്ന് വരെ ഡ്രസ്സാണെങ്കിൽ പിന്നീട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മറ്റു പലതും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അച്ഛനമ്മമാർ വ്യാകുലപ്പെടും. അതിന് കഴിഞ്ഞ് അത് നിങ്ങൾ വ്യാകുലപ്പെടും ചിലപ്പോൾ. അതിനുശേഷം ആ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പഠിക്കണം, അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം. കാരണം നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജനിച്ചവരാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മകൾ, ഞാൻ പറയുന്നതെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ്, ഇങ്ങനെ സംഭവമേ ഇല്ല, ഇത് വിഷ്വലൈസ് ചെയ്ത് മാത്രം മതി. നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കണം, ഈ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുമ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളെക്കുറിച്ച് കാണുന്ന ചില മനുഷ്യർ അവരിടുന്ന ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ ഇത് വേദന ഉണ്ടാവത്തില്ലായിരുന്നു എങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങൾ എത്രയോ ആൾക്കാർ ഇവിടെ സമൂഹത്തിൽ ഒളിച്ചോടുന്നു, ജീവിക്കുന്നു. ചിലതൊക്കെ പരാജയപ്പെടുന്നു, ചിലതൊക്കെ വിജയിക്കുന്നു. പക്ഷേ അവരാരും ചെയ്യാത്ത മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിതിനെ സോഷ്യൽ മീഡിയക്കകത്ത് വ്ളോഗാക്കുന്നുണ്ട്, നിങ്ങളിത് യൂട്യൂബിൻ്റെ അകത്ത് നിങ്ങളിതിനെ നിങ്ങളുടെ കപ്പിൾ വ്ളോഗായിട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ ഇതിനകത്തുള്ള ഹാഷ്ടാഗ് പോലും കപ്പിൾ വ്ളോഗ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഈ കാണുന്ന കാഴ്ചക്കാർ അതിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായം ഉള്ള ആൾക്കാരുണ്ടാവും. അവരഭിപ്രായം പറയും. അതിനകത്ത് മോശമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം നടക്കാത്ത കാര്യമാണ്. അവരിൽ പലരും മാതാപിതാക്കളാണ്, അഥവാ പാരൻസ് ആണ്. അവരുടെ സ്വാഭാവികമായിട്ടും ഈ കൊച്ചുകുട്ടിയെ കാണുന്ന സമയത്ത് അവർക്ക് പറയാൻ തോന്നുന്നുവെങ്കിൽ, തോന്നിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ പരിപാടി ചെയ്യാതിരിക്കുക. അതർവൈസ് അവർ അഭിപ്രായം പറയും. അത് നിങ്ങൾക്ക് ബാധ്യതയില്ല അതിന് മറുപടി പറയണമെന്ന്. പക്ഷേ നിങ്ങൾ തന്നെ റിയാക്ടിങ് ടു ഹേറ്റേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ഹേറ്റേഴ്സ് എന്നുള്ള സെറ്റപ്പ് എന്ത് കാരണത്താലാണ്, ഏത് കോർ ഫാക്ടറിലാണ് അവർ ഹേറ്ററായിട്ട് മാറുന്നത്? ഒരു പെൺകുട്ടി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് മറ്റു ജീവൻ തിരഞ്ഞെടുത്ത് പോയി എന്നുള്ളൊരു കാരണമായിരിക്കാം അവരെ ചൊടിപ്പിക്കുന്ന വിഷയം. അതിനകത്തൊരു ന്യായമുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം. പക്ഷേ ഞാൻ ഇപ്പോഴും സ്റ്റിൽ പറയുന്നു, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണോ ജീവിക്കാം, നന്നായിട്ട് ജീവിക്കാം. എക്സാം 6-ാം തീയതിയാണ്, അത് എനിക്കറിയാം. ഫിസിക്സ് ആണ് എക്സാം എന്നും എനിക്കറിയാം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നമ്മുടെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ അത് അപ്ലോഡ് ചെയ്താലും എന്താണ് പറയുന്നത്, വീഡിയോക്ക് വേണ്ടി പഠിക്കുന്നു, അവളല്ലാതെ പഠിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ജസ്റ്റ് ഓക്കെ ആണ്, അത് ഇടണ്ട. അല്ല നമ്മൾ എന്നാലും കുട്ടിയുടെ സംസാരത്തിൽ നല്ല പക്വത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈഫ് സ്റ്റൈൽസ് ഫുള്ള് കാണിക്കാന്ന് വെച്ചാൽ അപ്പൊ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് കാണിക്കുന്നത് എല്ലാം ആണ് റിയൽ. എടുക്കാനും പറ്റത്തില്ല. അപ്പൊ നമുക്ക് രാവിലെ കുറച്ച് കാര്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഉച്ചയ്ക്കായിരിക്കും എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ടൈമിൽ നമ്മൾ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല. പറയാതിരിക്കുക. അപ്പം അറിയാത്ത കാര്യങ്ങൾ പറയരുത്. ഓക്കെ, അതേ ഞാൻ പറയുന്നത്. അറിയാത്ത കാര്യങ്ങൾ ദയവായി പറയാതിരിക്കും സുഹൃത്തുക്കളെ. കൊച്ചു പിള്ളേരാണ്, ഒരു ജീവിതം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരിക്കലും അവരെ പുറകെ നടന്നുകൊണ്ട് ആക്രമിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ അവർ ഇനി ഇങ്ങനെ നടക്കണം നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ചില കാര്യങ്ങൾ, അതുപോലെ അവർ പ്രവർത്തിക്കാത്തതിൻ്റെ അകത്തുള്ള നീരസമോ വിഷമോ വേദനയോ ഒക്കെ കാണിച്ചുകൊണ്ട് അവരെ വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മളും കൂടെ ചിന്തിക്കണം. ജീവിതം തുടങ്ങി വെച്ചവരാണ്, അവർ ജീവിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. അടുത്തത് കുട്ടി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കതൊരു അഡ്വൈസ് ഒക്കെ തരുമായിരിക്കും ചിലപ്പോ ചേച്ചി. കണ്ടോ ആ കൊച്ചിന്റെ പക്വത അവിടെ വരുന്നുണ്ടോ? അപ്പൊ പുള്ളിക്കാരൻ അതൊരു ഒഫൻഡഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ആ കുട്ടിക്ക് ചിലപ്പോൾ ചേച്ചി ആ ഒരു ഉപദേശം പോലെ ഒരു അഡ്വൈസ് പോലെ പറഞ്ഞതായിരിക്കും. കുട്ടിക്ക് ബ്രെയിൻ ഉണ്ട് കേട്ടോ. ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞൊന്നുമല്ല. ഇപ്പോൾ ഇതിന് മുമ്പ് ഈ ഇവരുടെ വീഡിയോ ഇട്ട സമയത്ത് ചില ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കുട്ടിയുടെ ഫാമിലിക്കകത്ത് കുട്ടി കുറച്ചധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആവാം ഈ ബന്ധത്തിലേക്ക് അത് പോയിട്ടുണ്ടാവുന്നു. മേ ബി ഞാൻ ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം നല്ല രീതിയിൽ പഠിച്ച് വിദ്യാഭ്യാസത്തിൽ നല്ല ഇതായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പോകുന്ന കുട്ടികൾക്കപ്പുറം വളരെയധികം ടോക്സിക് ആയിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന പിള്ളേരും ഉണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്ന് സംസാരിക്കാൻ, അവർക്കൊന്ന് മിണ്ടാൻ ഒരാളില്ലാത്തൊരു സംഭവം ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു കുരങ്ങുണ്ടല്ലോ, കുരങ്ങിൻ്റെ കുഞ്ഞ്, എൻ്റെ പേര് എന്താ, ഒരു ഒറാങ്കുട്ടൻ്റെ ഫാമിലിപ്പെട്ട എന്തോ ആണ് അല്ലേ, പേര് അറിയുന്നവരുന്ന് കമൻറ്റ് ചെയ്യൂ. ആ കുരങ്ങ് ഒരു പാവയെ സ്വന്തം അമ്മ പുറത്താക്കി, സ്വന്തം അമ്മ അടുപ്പിക്കാതായപ്പോഴേക്കും ഒരു പാവ കൊടുത്തു. ആ പാവയും കൊണ്ട് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു, എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ആ ഒരു കുരങ്ങ് അതിന് എന്താണ് ആശ്രയമായിട്ടൊരു പാവക്കുട്ടിയാണുള്ളത്. ഒരു പാവയാണത്, ജീവനില്ലാത്തൊരു വെറും പാവയാണ്. അതിനെ കൊണ്ടാണ് അത് ആശ്വാസം കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്ന് മനുഷ്യനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത പല ആൾക്കാരും ഇന്ന് ചാറ്റ് GPT-യോടും അതോടൊപ്പം തന്നെ ഗ്രോക്കിനോടും അതുപോലെ തന്നെ ജെമിനിയോടൊക്കെ സംസാരിച്ചിട്ട് സമാധാനം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് കരുതൽ പരിഗണന തരേണ്ട ആൾക്കാരിൽ നിന്ന് തന്നെ അത് ലഭിക്കാതെ വരുന്ന ഏറ്റവും വലിയ ദുസ്ഥിതി എന്നുള്ളൊരു കാര്യം വലിയ കഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് വേറൊരു ഒരു വലിയൊരു
ഭാഗ്യം പോലെ ഒരാൾ ലൈഫിലേക്ക് കടന്നു വരുന്നു, തൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കുന്നു, തൻ്റെ കൂടെ നിൽക്കുന്നു, തൻ്റെ എല്ലാ കാര്യത്തിനൊപ്പവും തനിക്ക് സപ്പോർട്ട് തരുന്നു എന്നൊക്കെ പറയുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അവർ വഴുതി വീണ് കഴിഞ്ഞാൽ, തൻ്റെ ഈ സൈഡ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ, ദുർബലമായി കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ആ പാരൻസിനെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു, ഈ കുട്ടി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സ്വന്തം വീട്ടിൽ എന്നൊക്കെ പറഞ്ഞു. ചിലർ കമൻറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഈ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകാർ എതിർത്തതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്ക് കുറച്ച് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ പറയുമ്പോൾ നമുക്കതിനെ ഒരു വ്യക്തത വേണമല്ലോ. അതുകൊണ്ടാണ് വ്യക്തത ഇല്ലാത്ത കാര്യങ്ങൾ കാരണം കമൻറ്റ് ബോക്സിൽ വന്നതിന് അതേപോലെ ഞാൻ പറഞ്ഞത്. അതിനകത്ത് ആരെയും ഇവിടെ വീണ്ടും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും ഇവരെ. അറിയത്തില്ല, കാരണം എന്താണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത് എനിക്കറിയാം. നാളെ ഇനി എന്നെ കളഞ്ഞിട്ട് പോകും എന്നാണോ എന്താണ് പറയുന്നത്. എന്തായാലും ദൈവം സഹായിച്ചു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ജീവിതം അങ്ങനെ എന്താ പറയാ. അത് ഇപ്പൊ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഇപ്പം ചിലപ്പോൾ എനിക്ക് കുറച്ച് പ്രായം കുറവായിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞ് നമ്മുടെ റിലേഷൻ പെട്ടെന്ന് ബ്രേക്ക് ആയി പോകുന്ന ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത കാര്യം. വീഡിയോ കാണും, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, അവരെ കാണുന്നുണ്ട്, നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അത്രേ ഉള്ളൂ. നെഗറ്റീവ് പറയുന്നവര് വെറുതെ കിടന്ന് പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, പലരും പറയുന്നത് വെച്ചാൽ നാളെ നിനക്ക് മനസ്സിലാവും, നമ്മുടെ വീട്ടുകാർ അമ്മമാരൊക്കെ പറയില്ലേ, നീ നാളെ മനസ്സിലാക്കും എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇവർക്ക് ഇവരുടെ പക്വത എന്നുള്ള സംഭവത്തിന് നമ്മൾ ഒന്ന് കാരണമായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതിന് നിങ്ങൾ പറയുന്നത് സ്ട്രെയിറ്റ് വെയിലാണ്. ബട്ട് ഇനി മറ്റൊരു വെയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇനി അതൊക്കെ വൈകിപ്പോയ കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അവരെ വിടുക, അവരെ ജീവിതത്തിലേക്ക് വിടുക എന്നുള്ള കാര്യമാണ്. അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് അവരതിൽ ഇവോൾവ് ചെയ്ത് അതിനെ സർവൈവ് ചെയ്ത് അതിനെ മറികടന്ന് വരുന്ന ജീവിക്കണം. അത് കാത്തിരുന്ന് തന്നെ കാണാമെന്നുള്ള കാര്യമാണ്. അല്ലാതെ നമുക്ക് അവരുടെ ലൈഫിനെ കുറിച്ച് വളരെ ക്യൂരിയസ് ആവേണ്ട കാര്യമൊന്നും ഇല്ല. കാര്യം എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇനി അനുഭവിക്കാൻ കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം എന്ത് കഴിച്ചാലും വീട്ടിൽ വേറെ ആർക്കും കൊടുക്കാറില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ രണ്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളെ കാണത്തുള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയും. അവർ വരുമ്പോൾ അവർക്കുള്ളതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അവര് വീഡിയോ അവര് വരത്തില്ല. നമുക്ക് നമ്മുടെ വീഡിയോയിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർക്ക് കുറച്ച് ജോലി തിരക്കും പിന്നെ മടിയൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ പയ്യെ ഇതൊക്കെ അഡ്ജസ്റ്റ് ആയി. അപ്പൊ അവര് അതുപോലൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കഴിയാമായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവര് നമ്മൾ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാം. വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സ്വാഭാവികമായിട്ടും ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ വ്ളോഗിങ് പരിപാടികളായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. അവരെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. ഓക്കെ, എന്താ പറയാ, വീട്ടിൽ വന്ന് ഈ ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ, ഇവരോട് പറയുന്നത്, ഈ പൂജയോടും അമ്മയോടും പറയുന്നത്, അവർ അങ്ങനെ ചിന്തിക്കുമെന്ന് അവർ കമൻറ്റ് ബോക്സിൽ ഇട്ട കമൻറ്റുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി. അവർ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണത്തിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവരങ്ങനെ ചിന്തിപ്പിക്കുന്ന കാരണങ്ങൾ എന്താണ്? നിങ്ങളിടുന്ന വീഡിയോ വളരെയധികം സന്തോഷപൂർവ്വമായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരുടെ മൊമെൻറ്റ്സ്, നിങ്ങളുടെ ആ വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുന്നു. പക്ഷേ ഈ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലേക്ക് നിങ്ങൾ എന്താ പറയുക, അവരുടെ കാഴ്ച വസ്തുക്കൾ തന്നെയാണ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന എന്നെ, ഞാൻ ഈ സ്ഥലത്ത് ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ പിൻഭാഗത്ത് എന്തൊക്കെ ഇരിക്കുന്നു, എത്രയോ ആൾക്കാർ എത്രയോ സമയങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ആ സാധനം മാറ്റാൻ സമയമായി, ഈ സാധനം ഇളകി കിടക്കുന്നു, ഇതൊക്കെ മാറ്റണ്ടേ മുപ്പ. ഞാൻ ശ്രദ്ധിക്കാറ് പോലും ഇല്ലാത്ത കാര്യം അവർ ശ്രദ്ധിച്ച് പറയുന്നു. കാരണം നമ്മളോട് അത്രയും സ്നേഹമുള്ള, നമ്മൾ അത്രയും ഇതായിട്ട് കാണുന്ന ആൾക്കാരാണ് അവർ നമ്മുടെ ചെറിയ ചെറിയ പിഴവുകൾ പോലും ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഞാനത് തിരുത്താറുണ്ട്. ഇന്നും വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അത് ശ്രദ്ധിച്ചു, അതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ പൂജയും അമ്പലമൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണിക്കുന്ന വിഷ്വലിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കാണിക്കണ്ട എന്നുള്ള കാര്യം, ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ ഇങ്ങനെ ഒരു തരത്തിലേക്ക് ചിന്തിക്കുമോ എന്നുള്ള കാര്യം നമ്മളും കൂടെ ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഒരു മുതിർന്ന ചേട്ടനെ പോലെ എനിക്ക് 41 വയസ്സുണ്ട്. ഒരു 11 വയസ്സുകാരനായ മൂത്ത മകനും അതുപോലെ തന്നെ ഒരു 5 വയസ്സുകാരനായ ഇളയ മകനും ഉള്ള ഒരു അച്ഛനാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലി കൊണ്ടുപോകുന്നതും മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത്യാവശ്യം കുറച്ച് കാലം ജീവിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണ്. നിങ്ങളിപ്പോൾ ഒരു തുടക്കം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് കടമ്പകൾ കടന്നു പോകേണ്ടതുണ്ട്. അത് കടന്നു പോയ ആൾക്കാരാണ് നിങ്ങളെ ഈ കാണുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ചില വിമർശനങ്ങൾ വരികയും ചെയ്യുന്നത്. ക്രൂരമായ വിമർശനങ്ങളും വേട്ടയാടുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേങ്കിലും ചിലതിലെങ്കിലും അവർ പറയുന്നതിനകത്ത് കാരണം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ വീഡിയോയിൽ നിന്നും വരുന്ന ചില ഭാഗങ്ങളാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എല്ലാരും നമ്മൾ ഈ വീട്ടിലാണ് ഒരു കലത്തിൽ ചോറിട്ട് ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. സെപ്പറേറ്റ് വെപ്പ് ഞങ്ങൾ എല്ലാവരും കഴിക്കുന്ന കൊടുക്കുന്നില്ല, അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അടുത്ത പോയി പഠിക്ക് പൂജ, എക്സാം അല്ലേ, റിസൾട്ട് വരുമ്പോൾ അതൊന്ന് കാണിക്കണേ ഗൈസ്.
റിസൾട്ട് വരുമ്പോൾ കാണിക്കണേ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. വേണം വേണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ളവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്റെ നോർമലായിട്ട് അങ്ങനെ ഇതുപോലെ നെഗറ്റീവ്സ് പറയുന്നവർ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിവീൽ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. കാരണം ചിലപ്പോൾ ഞാൻ പറയുന്നില്ല, +2 ഞാൻ പാസ് ആവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ 10ലായാലും +1 +2 ആയാലും ഏതായാലും എനിക്കറിയാം ഞാൻ പാസ് ആവും എനിക്കൊരു ഉറപ്പുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ഞാൻ ഹാർഡ് വർക്ക് തന്നെ ചെയ്ത് തന്നെ 10th പാസ് ചെയ്ത് +1 ഞാൻ പാസ് ചെയ്തു. അപ്പം ഇനിയും കൊച്ചുകുട്ടിയാണ്, എന്നാലും പക്വതയുള്ള സംസാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്തോ പറയാമെന്ന് പറയുന്നില്ല. ഞാൻ +2 തോക്കുക എന്ന് വെച്ചോട്ടെ, ഓക്കെ കുഴപ്പമില്ല, ഞാൻ വീണ്ടും പഠിക്കാൻ തയ്യാറാണ്. ഇവിടെ കൊണ്ട് എന്റെ ലൈഫ് എന്നല്ല. റിസൾട്ട് വന്നിട്ട് ഞാൻ ഫെയിൽ ആയപ്പോൾ ഞാൻ ഇനിയും പഠിക്കാൻ തയ്യാറാണ്. അവിടെ കൊണ്ട് എന്റെ ലൈഫ് വിടാൻ കുഴപ്പമില്ല. അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആരും ഒന്നും വിചാരിക്കണം. അപ്പൊ മാക്സിമം ഞാൻ എനിക്കൊരു ബുദ്ധിയുണ്ട്. അപ്പൊ അത് വെച്ച് എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കും. അല്ലാതെ ഇപ്പൊ ഫുൾ A+ വാങ്ങുന്നവരെ ഈ റിസൾട്ട് ചോദിച്ച ആള് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ പേര് എന്തായാലും ഫുൾ A+ ആവണമെങ്കിൽ മാത്രമേ ഈ ലോകത്ത് സക്സസ് ആയവർ മാത്രമല്ല ഉള്ളത്, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ അതൊന്നും മനസ്സിലായി. A+ പരാജയമോ അല്ലെങ്കിൽ ഫുൾ A+ അല്ലെങ്കിൽ മുഴുവൻ പരാജയമോ എന്നുള്ള കാര്യമൊന്നും ഒരിക്കലും ലൈഫിൽ നിങ്ങളെ ഒരിക്കലും ബാധിക്കേണ്ട കാര്യമേ അല്ല. പഠിത്തം, വിദ്യാഭ്യാസം, അതിൻ്റെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് +2 പഠിക്കുന്നൊരു കുട്ടി സയൻസ് ആണ് അടുത്ത സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഗ്രാജുവേഷനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് മാർക്സ് A+ ഘടകമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മറിച്ച് ലൈഫിലേക്ക് വരുന്ന സമയത്ത് A+ തോൽവിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. അവിടെ നിങ്ങളുടെ ജീവിത മികവ്, നിങ്ങളെങ്ങനെ ജീവിക്കുന്നു, നിങ്ങളെങ്ങനെ സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിശ്രമങ്ങളും ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ടും രണ്ടാണ്. എഡ്യൂക്കേഷൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന കുറേയധികം അറിവുകൾ സ്വാഭാവികമായിട്ട് ലൈഫിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. എന്നാൽ എഡ്യൂക്കേഷനിലേക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പഠിത്തം എന്നുള്ള സാധനത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഫിലോസഫി പറഞ്ഞിട്ട് എന്തിനാണ് എല്ലാത്തിലും A+ വാങ്ങുന്നത് എന്നൊക്കെ ചില ആൾക്കാരൊക്കെ സ്വന്തം മക്കളെയൊക്കെ വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല ഇതൊക്കെ ആക്കിയിട്ട് വന്ന് ഇത് മോട്ടിവേഷൻ തരും. അതൊക്കെ മോട്ടിവേഷമാണ്, അതൊരു സത്യസന്ധമായ കാര്യമല്ല. പഠിക്കാനുള്ള സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് പഠിക്കണം. ആ ബുദ്ധിമുട്ട് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അനുകൂലമാക്കി പഠിക്കണം. ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന എനിക്കത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും. 10ാം ക്ലാസ് ഫസ്റ്റ് വർഷം തോറ്റൊരു വ്യക്തിയാണ് ഞാൻ. ആ തോറ്റതിൻ്റെ കാരണം എൻ്റെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ നന്നായിട്ടറിയാം എന്തായിരുന്നു എൻ്റെ ജീവിത സാഹചര്യം എന്നുള്ളത്. ആ 10ാം ക്ലാസ്സിന് ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോയി അവിടെ നിന്ന് പഠിച്ചിട്ട് ആ 10ാം ക്ലാസ് വെളുപ്പാങ്കാലം 4 മണിക്ക് ഈ പ്രാവച്ചമ്പലത്തുള്ള ഒരു ആൻസിസ് എന്നുള്ള കോളേജൊക്കെ ഉണ്ട്, ഇപ്പോഴുണ്ടോയെന്ന് അറിയത്തില്ല. ആ സ്ഥലത്ത് പോയി ഒന്ന് പഠിച്ച് 4 മണിക്ക് പോയിട്ട് അതിനുശേഷം 7 മണിക്ക് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി, 7 മണി രാത്രി 10 മണി വരെ. അങ്ങനെ 10ാം ക്ലാസ് 10 പരീക്ഷ എഴുതി ജയിച്ചു. 10 പരീക്ഷ എഴുതി സബ്ജക്റ്റാണ് പോയത്, 10 പരീക്ഷ എഴുതി ജയിച്ചു. അതിനുശേഷം +2 സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഡിഗ്രി ഞാൻ തീർക്കുന്നത് വരെ ഞാനൊരു ചുമട്ട് തൊഴിലാളിയെ അല്ലെങ്കിൽ കടയിൽ സാധനങ്ങളൊക്കെ പോയി കൊടുക്കുന്നത് പലചരക്കടയിൽ ജോലിക്ക് നിന്നിട്ട് ഈ പഠിക്കാൻ വേണ്ടിയിട്ട് +2 ഡിഗ്രിയൊക്കെ പഠിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറയാം എല്ലാ വഴികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളിതൊന്നും വലിയ ഒഫൻഡഡ് ആയിട്ട് മാറണ്ട. നിങ്ങൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ പഠിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം പിന്നെ എനിക്ക് മുന്നോട്ട് പോകണം, പഠിക്കണമെന്നുള്ള കാരണം കൊണ്ടാണ്. അതിന് മാർക്സ് വേണമെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഒരാളും കൂടെയാണ്. അവിടെ ഫിലോസഫിക്കൊന്നും യാതൊരു അർത്ഥവുമില്ല, പഠിക്കണം, അത്രേ ഉള്ളൂ. നല്ല സൗണ്ട് അടുത്തത് കാണില്ല, പേര് ചിലപ്പം കിട്ടും. അതൊരു പെണ്ണാണ്, അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ കോളേജിൽ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. അസൂയ, കുശുമ്പ് എന്തിനാണ് കുട്ടികളെ നിങ്ങളടുത്ത് ഈ നാട്ടുകാർക്ക് അസൂയയും കുശുമ്പും വരുന്നത്? എന്ത് കാരണത്താലാണ്? എനിക്ക് തോന്നുന്നില്ല ഒരു കാരണത്താലും അസൂയയും കുശുമ്പ് വരാൻ സാധ്യതയില്ല. അവർ ആകെപ്പാടെ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ലൈഫിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നിന്ന് അതൊരു ജീവിതത്തിലേക്ക് കടന്നുപോയി ആ ഒരു സ്ട്രഗിൾ ഈ കുട്ടിക്ക് ഈ പ്രായത്തിൽ ഏറ്റെടുക്കേണ്ട കാരണമുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ കാര്യം. അല്ലാതെ അവർക്ക് എന്തിനാണ് നിങ്ങളുടെ അസൂയയും കുശുമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങൾ വേണ്ടി വരും. ഓക്കെ, മേ ബി അറിയില്ല. എനിക്ക് തന്നെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല, എന്നാലും പറയോ +2 നല്ല മാർക്ക് ഉണ്ട്, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഉറപ്പായി നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള എനിക്കറിയാം. ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നല്ല കോളേജിൽ അഡ്മിഷൻ എടുത്ത് കുറച്ച് ലൈഫ് എൻജോയ് ആക്കാം. ഇല്ലേ തീരുമാനം ആവും. ഇതിപ്പോ നീ വിചാരിക്കില്ല, പിന്നെ +2 ആണല്ലോ, ഭാവി തീരുമാനിക്കാനായി എന്ന് എല്ലാവർക്കും ഒരുപോലെ ആവില്ല. എന്നും എല്ലാവർക്കും ഒരുപോലെ ആവില്ല. ഇത് പറയുന്നത് ഇപ്പൊ ഞാൻ +2 നല്ലോണം പഠിച്ച അടുത്തോട്ട് എനിക്ക് കോളേജിൽ നല്ല അഡ്മിഷൻ കിട്ടും എന്ന് പറയുന്നത് ഓക്കെ, അത് ഉറപ്പായിട്ട് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവത്തില്ല, കാരണം പ്രായത്തിൽ പിന്നീട് ഞാൻ അനുഭവിക്കും എന്നാണ് പറയുന്നത്. ഡബിൾ പാസ് ഉണ്ടാക്കുന്ന കാര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഈ കൊച്ചി ഇത്രയും സമയം ആ കൊച്ചു വല്ലതും പഠിച്ചാൽ നമുക്കിതിവിടെ നിർത്താം. കാരണം ഇവരെ നമുക്ക്
അവർ വേറെ ലോകത്താണ് ജീവിക്കുന്നത്. നമുക്ക് ആ ഒരു ലോകത്തിനെ കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനോ യാതൊരു അർഹതയില്ല. വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ളത് കാണുക, പോവുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ തിരുത്തുക എന്നുള്ളൊരു കാര്യം നടക്കാത്ത അസാധ്യമായ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഈ ആൾക്കാരെല്ലാം കമൻറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നവരുടെ ബുദ്ധിയെ അവർ തന്നെ ചിന്തിക്കട്ടെ. ഞാനിപ്പോഴും തുറന്നു പറയുന്നു, ഈ പറയുന്ന എല്ലാ ആൾക്കാർ പറയുന്നതിനകത്ത് ഒരു ചെറിയൊരു ന്യായമുണ്ട്. ആ ന്യായമുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. അതിനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വീണ്ടും നിങ്ങൾ ഹെയ്റ്റേഴ്സ് ആക്കി മാറ്റിയ പല ആൾക്കാരും ചിലപ്പോൾ നാളെ കൈയടിക്കുന്ന തരത്തിലേക്ക് ജീവിതത്തിനെ നിങ്ങൾ മാറ്റി നല്ല രീതിയിൽ സക്സസ് ആയി നിങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ നിമിഷം പറയാനുള്ളൂ. തീർച്ചയായിട്ടും നല്ലത് വരട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും നശിക്കണമെന്നോ, ഈ പ്രായത്തിൽപ്പെട്ട 2 പിള്ളേർ വന്ന് കിടന്ന് ഇനി സ്വാഭാവികമായിട്ടും ജീവിതം തുടങ്ങി വെച്ചു, ഇനി അവരുടെ ലൈഫ് നശിച്ചു പോകണം, നാമാവശേഷമാവണം, ശപിക്കാനോ ശാപവാക്കുകൾ പറയണോ, നിങ്ങൾക്ക് ഒരു മനസ്സിൻ്റെ ഒരു കോണിൽ പോലും നിങ്ങളെ ഒരു ഹെയ്റ്റ് വെച്ചോ ഞാൻ സംസാരിക്കത്തില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ചെറുതാണ്. ജീവിതം ഇങ്ങനെ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ തുടങ്ങി വെച്ചു. അപ്പം നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരു മൂത്ത ജ്യേഷ്ഠൻ പറയുന്നത് പോലെ കണ്ടാൽ മതി, കാണാൻ പറ്റുമെങ്കിൽ മാത്രം. അതർവൈസ് എന്നെ ഒരു ഹെയ്റ്ററായിട്ടോ മോശപ്പെട്ട വൃത്തികെട്ടവനായിട്ടോ എങ്ങനെ വേണോ കാണാം. നല്ലത് വരട്ടെ കേട്ടോ. ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, എങ്കിൽ നന്നായിട്ട് പഠിക്കുക, ഇനി മുന്നോട്ട് നന്നായിട്ട് തന്നെ പോവുക. വിദ്യാഭ്യാസം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത് വെറുതെ അല്ല, അതിൻ്റെ വില ഫ്യൂച്ചറിൽ മനസ്സിലാവും. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കണ്ട് ഗൈസ്, ബൈ.